ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് സോഷ്യൽ സയൻസ്. ഫസൽ സാറാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ വളരെ പ്രിസൈസ് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോമിൽ മാത്രമാക്കി തരാൻ പോവാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ജോഗ്രഫിയിലെ സെക്കൻഡ് ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ ഓർമ്മയുണ്ട്. ആ ചാപ്റ്ററിൻ്റെ പേരെന്താ? യെസ്, നമ്മുടെ ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ആ ഒരു കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ വ്യതിയാനവും എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിൽ അത് വളരെ പ്രിസൈസ് ആക്കി ഞാനങ്ങ് എടുത്തുതരാം. ഒരു പേടിയും പേടിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഞാനതിലേക്ക് പോവാണ്. ഏറ്റവും ആദ്യത്തിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഈ പ്രധാനപ്പെട്ട കാലാവസ്ഥാ മേഖലകൾ അല്ലെങ്കിൽ മേജർ ക്ലൈമാറ്റിക് റീജിയൻസ് തന്നെയാണ്. ഇത് 8 പഠിക്കാണ്ട് ആർക്കും രക്ഷയില്ല. ഇതെന്തായാലും നമ്മൾ പഠിച്ചേ മതിയാവും. ഓക്കെ, ആദ്യം നമുക്ക് തുടങ്ങാം. ഇക്വറ്റോറിയൽ ക്ലൈമറ്റ്, ഭൂമധ്യരേഖ കാലാവസ്ഥ എന്ന് പറയുന്ന ഭൂമധ്യരേഖ കാലാവസ്ഥ. മൺസൂൺ, നമ്മുടെ കാലാവസ്ഥ, മൺസൂൺ കാലാവസ്ഥ, മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. സാവന്ന, ഗ്രാസ്ലാൻഡിലെ ആഫ്രിക്കയിൽ കാണുന്ന അത്. പിന്നെ ഹോട്ട് ഡെസേർട്ട് അറിയില്ലേ, മരുഭൂമിയാണ് നമ്മുടെ. ഓക്കെ, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് എന്ന് പറയുന്ന മിതോഷ്ണ പുൽമേടുകളും. പിന്നെ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ, മെഡിറ്ററേനിയൻ കടലുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തുള്ള മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്. പിന്നെ നമ്മുടെ ടൈഗ റീജിയൻ. പിന്നെ തുന്ദ്ര, ഒരു ടൻഡ്ര എന്നല്ല തുന്ദ്ര എന്നാണ് അത് നിങ്ങളുടെ ബുക്ക് പോട്ടെ. അപ്പോൾ എനിവേ ആ കാര്യം ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇത് പഠിക്കേണ്ട ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എങ്ങനെ പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു വേണ്ടിയുള്ള മരുന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഒരു ക്ലൈമാറ്റിക് റീജിയൻ എടുത്താൽ ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് ആയിക്കോട്ടെ, ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല ആയിക്കോട്ടെ, ഇത് എടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഏതെല്ലാം ഭാഗത്താണ് ഈ ക്ലൈമറ്റ് കാലാവസ്ഥ ഉള്ളത് എന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. നമ്മൾ മനസ്സിലാക്കുക, 10 ഡിഗ്രി നോർത്ത് ടു സൗത്ത്, ഭൂമധ്യരേഖയുടെ മുകളിലേക്ക് 10 ഡിഗ്രി, താഴേക്ക് 10 ഡിഗ്രി. ആ ഒരു ഭാഗത്ത് ആഫ്രിക്ക, ഏഷ്യ, സൗത്ത് അമേരിക്ക, ഈ ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 3 കോണ്ടിനെന്റിലൂടെയാണ്, ഈ 3 വൻകരകളിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. അവിടെയാണ് ഈ കാലാവസ്ഥ ഉള്ളത് എന്നർത്ഥം. ഓക്കെ, കാര്യം തിരിഞ്ഞാൽ കത്തണേ. ഓക്കെ, അടുത്തത് ലിസൺ. ഇവിടെ ഈ HT HRF എന്ന് പറയുമ്പോൾ അതേമാതിരി എഴുതിയേക്കരുത്. HT എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ, HRF എന്ന് വെച്ചാൽ ഹൈ റെയിൻഫാൾ എന്നാണ് അർത്ഥം. അതായത് ഉയർന്ന താപനിലയും മഴയുണ്ട്. ഓക്കെ, പിന്നെ സൂര്യപ്രകാശം കുത്തനെ പതിക്കുന്നുണ്ട്, ദിവസം മൊത്തം നല്ല ചൂടുമായിരിക്കും. ആ കാര്യങ്ങളും കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റണം. മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ എഴുതി വെച്ചത്, പെട്ടെന്ന് കിട്ടും. ഓക്കെ, യെസ്. അടുത്തത്, അവിടെ ഈവനിങ്ങിൽ, വൈകുന്നേരങ്ങളിൽ കൺവെൻഷണൽ RF ഉണ്ടാവും. RF എന്ന് വെച്ചാൽ റെയിൻഫാൾ, മഴ ഉണ്ടാവും, സംവഹന മഴ വൈകുന്നേരങ്ങളിൽ ഉണ്ടാവും. ആ കാര്യം നോക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളോട് 3 മാർക്കിന് മാത്രമായിട്ട് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് മാത്രം ചോദിക്കും, ഭൂമധ്യരേഖ ആ കാലാവസ്ഥ മാത്രം ചോദിക്കും. അപ്പോൾ ഇത് മാത്രം എഴുതി വെച്ചാൽ മതി, 3 മാർക്കാണ്. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. നിങ്ങൾ പഠിച്ചിട്ട് ഇതൊന്നും എടുത്ത് നോക്കി സെറ്റാണ്. ഓക്കെ, യെസ്. വേണമെങ്കിൽ നോട്ടുണ്ടാക്കിച്ചോ. ഇതൊന്നും വേറെ എവിടെയും കിട്ടില്ല, അവിടെ മാത്രമേ കിട്ടുള്ളൂ. ഇത് വേറെ ആരും അറിയില്ല, വേണമെങ്കിൽ കിട്ടു പോരി. ഓക്കെ, വെജിറ്റേഷൻ, ടോൾ എവർഗ്രീൻ ഫോറസ്റ്റ്, നിത്യഹരിത വനങ്ങൾ, നല്ല ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ. അതിൻ്റെ പേരൊന്നും പഠിക്കേണ്ടത് മാത്രം. പിന്നെ പിഗ്മി വിഭാഗത്തെ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഓക്കെ, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. വേണമല്ലേ? അപ്പം തരട്ടെ. ഓക്കെ, നോക്ക് ലീസൺ. മൺസൂൺ ക്ലൈമറ്റ്, നമ്മുടെ കാലാവസ്ഥ, മൺസൂൺ കാലാവസ്ഥാ മേഖല. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആദ്യം തന്നെ എഴുതണം. പിന്നെ ഈ ഇന്ത്യയിൽ മാത്രമല്ല മൺസൂൺ ഉള്ളത്, ബ്രസീലിലുണ്ട്. ഓക്കെ, ഓസ്ട്രേലിയയിലുണ്ട്, ബ്രസീലിലുണ്ട്. മാത്രമല്ല ഈസ്റ്റേൺ ആഫ്രിക്ക, കിഴക്കൻ ആഫ്രിക്ക, ബ്രസീൽ, ഓസ്ട്രേലിയ, ഈ സ്ഥലങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ മറക്കേണ്ട, ഇന്ത്യയിലുണ്ട്. ഓക്കെ, ഇനി ഇവിടെയും ക്ലൈമറ്റ് നമ്മളോട് ചോദിക്കാം. ഇവിടെ കാറ്റിൻ്റെ ദിശയാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കണേ, സീ ടു ലാൻഡ്, എസ് എന്നിട്ട സമ്മർ, വേനൽക്കാലത്ത് കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശും. ഇനി അത് നേരെ തിരിച്ച് വിന്റർ, W എന്നിട്ട വിന്റർ, ശൈത്യകാലത്ത് കര ടു കടൽ, കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് പോകും. അത് നോക്കാം. 50 സെന്റിമീറ്റർ മുതൽ 1000 സെന്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. പെയ്യാറുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ചിറാപ്പൂഞ്ചിൽ 1000 ഉണ്ട്. 50 സെന്റിമീറ്ററാണ് ഇവിടെ നമ്മുടെ മരുഭൂമിയിലൊക്കെ. അപ്പോൾ അങ്ങനെ റെയിൻഫാളിലും മഴയിൽ വേരിയേഷൻ ഉണ്ട്. അതും കൂടെ എഴുതി വെച്ചാൽ ഇവിടെ നിന്നും കിട്ടും 3 മാർക്ക്. ഓക്കെ, ഇനി അവിടുത്തെ വെജിറ്റേഷൻ ആണ്. HRF എന്താ? ഹൈ റെയിൻഫാൾ പറഞ്ഞിരുന്നു. അത് കാരണം എവർഗ്രീൻ ഫോറസ്റ്റ്, നിത്യഹരിത വനങ്ങൾ ഉണ്ടാകും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും അവിടെ ഉള്ളത് ഡെസിഡിയസ്, ഇലപൊഴിയും കാടുകളാണ്. അത് എഴുതി വെക്കാം. കഴിഞ്ഞു. ഇലപൊഴിയും കാടുകളുടെ മറ്റൊരു പേരാണ് മൺസൂൺ ഫോറസ്റ്റ്, മൺസൂൺ വനങ്ങൾ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, 3 മാർക്കിന്റെ ചോദ്യമാണ്. അതായത് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനിലെ മാനുഷിക പ്രവർത്തനങ്ങൾ. ഒരു മനുഷ്യ പ്രവർത്തനങ്ങൾ എന്തെല്ലാം? സിമ്പിൾ, ഹൈ പോപ്പുലേഷൻ ആണ്, ഉയർന്ന ജനസംഖ്യയാണ്. അഗ്രികൾച്ചർ ഉണ്ട്. എങ്ങനത്തെ അഗ്രികൾച്ചർ ആണ്? അതാണ് ഇമ്പോർട്ടൻറ്റ്. സബ്സിസ്റ്റൻസ് ആൻഡ് ഷിഫ്റ്റിംഗ്, അതോടെ എഴുതി വെച്ചിട്ടുണ്ട്. ഉപജീവന സ്ഥാനമാറ്റ കൃഷി. മതി, അതും മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷികൾ ഏതൊക്കെയാണ്? ഷുഗർ കെയിൻ, കരിമ്പ്, അതുപോലെ ജൂട്ട് എന്ന് വെച്ചാൽ ചണം, ഇതൊക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ റൈസ്, നെല്ലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ മാത്രം നോക്കി വെക്കാം. ഇതാണ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. അടുത്തത് സാവന്നയാണ്, സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ, സാവന്ന കാലാവസ്ഥാ മേഖല. ഇത് പുൽമേടാണ്. 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ 2 അർദ്ധഗോളങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ഇതിന് ഓരോരോ പേരുകൾ പറയപ്പെടുന്നുണ്ട്. കാമ്പോസ്,
ഇവിടെ കാണുന്നത് കാമ്പോസ് ബ്രസീലിലെ, ലാനോസോ വെനസ്വേലയിൽ. അതൊന്ന് നോക്കി വെക്കണം. കാമ്പോസ് ലാനോസ് എന്താണെന്ന് ചോദിക്കും. ഓക്കെ, ഇത് ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ പേരല്ല, ഇത് നമ്മുടെ ഗ്രാസ് ലാൻഡിൻ്റെ പേരാണ്. ഹോട്ട് ആൻഡ് ഹ്യൂമിഡ്, യെസ് എന്താ സമ്മർ. ഓക്കെ, അതായത് ആർദ്രം ഉഷ്ണം വേനൽക്കാലത്താണ്, നല്ല ഉഷ്ണം ആർദ്രം. ഓക്കെ, യെസ്. ആർദ്രം എന്ന് വെച്ചാൽ എന്താ, കുറച്ച് വെള്ളത്തുള്ളികളൊക്കെ ഉള്ള ഹ്യൂമിഡ് ആയിട്ടുള്ള ആ ഒരു ക്ലൈമറ്റ്. അത് ഉഷ്ണം എന്ന് വെച്ചാൽ ഉഷ്ണേ ശാന്തി, അതായത് ചൂട്. ഓക്കെ, വേനൽ. അടുത്തത് ലെസ് കൂൾ ആൻഡ് ഡ്രൈ, തണുപ്പ് കുറഞ്ഞ് ഡ്രൈ ആയിരിക്കും വിന്റർ, ശൈത്യകാലം. മഴയോ 25 മുതൽ 125 വരെ. ഓക്കെ, ഇനി ഇവിടുത്തെ മരങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡെസിഡിയസ് ആണ്, ഇലപൊഴിയും കാടുകളാണ്. പിന്നെ അവിടെ ടോൾ ഗ്രാസസ് കാണാം, ഉയർന്നു നിൽക്കുന്ന പുല്ലുകൾ കാണാൻ പറ്റും. തോണി ബുഷസ്, കള്ളിമുൾച്ചെടികൾ കാണാൻ പറ്റും. എവിടെ? യെസ്, ടുവാർഡ്സ് ഡെസേർട്ട്, മരുഭൂമിയുടെ അടുത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത്, മരുഭൂമിയുടെ പോകുന്ന സമയത്ത് മുൾക്കാടുകളും കാണാൻ പറ്റും. അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി ഇവിടെ ഈ സാവനയിലുള്ള ആൾക്കാരുടെ ഹ്യൂമൻ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഡ്രൈ ഫാമിംഗ് ആണ്. എന്താ ഡ്രൈ ഫാമിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് വെള്ളം കുറച്ച് മാത്രം ആവശ്യമുള്ള മില്ലറ്റ്സ്, റാഗി മുത്താരക്കില്ലേ, അതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുക, കൃഷി ചെയ്യാം. ആനിമൽ ഹസ്ബൻഡറി എന്ന് വെച്ചാൽ എന്താ? അനിമൽ ഹസ്ബൻഡറി കാറ്റിൽ റെയറിങ്, മൃഗപരിപാലനം. ലോ പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസംഖ്യ വളരെ കുറവാണ്. മസായി എന്ന് പറയുന്ന ഒരു വിഭാഗം, ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ ഇടയ വിഭാഗം എന്ന് പറയുന്ന ആൾക്കാർ, ഇടയ മാരേജിൽ മൃഗപരിപാലനം നടത്തുന്നവർ. പിന്നെ കോഫിയും കോട്ടണും. എന്താ കോഫി കോട്ടൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോഫിയും കോട്ടൺ വെച്ചാൽ നമ്മുടെ കാപ്പി, കോട്ടൺ എന്താ? പരുത്തി. ഇതെവിടെ? സുഡാനിലൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സുഡാൻ. ഓക്കെ, സുഡാൻ എന്ന് പറഞ്ഞ രാജ്യം ആഫ്രിക്കയിൽ, അവിടെയൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഹോട്ട് ഡെസേർട്ട് ആണ്, ഉഷ്ണമരുഭൂമി. വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ദി കോണ്ടിനെന്റ്. ഇതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് പടിഞ്ഞാറ് അതിരുകളിൽ ഉഷ്ണമരുഭൂമികൾ ഉണ്ടാവുന്നത്? ഹോട്ട് ഡെസേർട്ട് വെസ്റ്റേൺ മാർജിൻ ഉള്ളത്. അത് വേറൊരു ചോദ്യമാണ്. അത് നമുക്ക് രാത്രി ഡിസ്കസ് ചെയ്യണം. എപ്പോൾ രാത്രി ഡിസ്കസ് ചെയ്യണം? ഇന്ന് രാത്രി 6 മണിക്ക് നേരം കൊണ്ട് പോരാ. 6 PM മറക്കണ്ട, മായാതെ മറക്കാതെ ഈ ചാനലിൽ പോരാ. ഞാനും അച്ഛൻ സാറും കട്ട വെയിറ്റിംഗ് ആയിരിക്കും. നിങ്ങൾ വന്നാൽ മാത്രം മതി, ഫുൾ ക്ലിയർ ആക്കിയിട്ട് പോകാം. നാളെ സാർ ഹിന്ദിൻ്റെ പരീക്ഷ ഉണ്ട്. ഡോണ്ട് വറി, ഹിന്ദി നമ്മുടെ ചാനലിൽ ക്ലാസ് ഉണ്ട്. നമ്മുടെ ജിപ്സു മിസ് ഉണ്ട്, ആദ്ര മിസ് ഉണ്ട്, ഞാനുണ്ട്. ഞാൻ ഹിന്ദിയിൽ എടുക്കും, ഞാൻ സോഷ്യൽ സയൻസ് ജോഗ്രഫി എടുക്കും, അച്ഛൻ സാർ ഹിസ്റ്ററി എടുക്കും. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി, ഫുൾ ക്ലിയർ ആക്കി സെറ്റാക്കിയിട്ട് പോകാം, ബാക്കി കത്തി പിന്നാക്കാം. ഓക്കെ, യെസ്. ക്ലൈമറ്റ് ആവറേജ് ടെമ്പറേച്ചർ, നമ്മൾ ശരാശരി താപനില പറയുന്നത് 30 ആണ്. അപ്പോൾ വെരി ഹൈ ആണ്. ഓക്കെ, ഇനി അപ്പോൾ വെരി ഹൈ ടെമ്പറേച്ചർ ആണ്. ലോ ഓർ നോ റെയിൻഫാൾ, നോ റെയിൻഫാൾ, മഴ തീരെ കുറവ് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഇല്ല. അതായത് ലെസ് ദാൻ 25 സെന്റിമീറ്റർ, മഴ തീരെ കുറവാണ്. ഓക്കെ, ഇനി ഉയർന്ന ദൈനിക താപാന്തരം, ഹൈ ഡയണൽ റേഞ്ച് ഓഫ് ടി എന്ന് വെച്ചാൽ രാത്രി ചൂട് വളരെ കുറയും, പകല് ചൂട് വളരെയധികം കൂടുകയും ചെയ്യും. ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും ഡേ ടൈമിൽ, വളരെ ലോ ആയിരിക്കും നൈറ്റിൽ. അപ്പം ആ ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഒരു ഡേ ടൈമിലുള്ള കൂടിയതും കുറഞ്ഞും നമ്മൾ വ്യത്യാസം വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, യെസ്. അതിനൊക്കെ കാരണങ്ങളുണ്ട്, അത് നമ്മളോട് ചോദിക്കത്തില്ല, ഇത് മാത്രം പഠിച്ചാൽ മതി. ഇനി അവിടുത്തെ വെജിറ്റേഷൻ, മരുഭൂമിയിൽ എന്ത് മരങ്ങളാണ് ഉണ്ടാവുക? കാക്ടസ്, കള്ളിമുൾച്ചെടികൾ, ഷ്രബ്, കുറ്റിച്ചെടികൾ, തോണി ബുഷസ്, മുൾക്കാടുകളിൽ മുൾച്ചെടികൾ, ഡേറ്റ് പാം, ഈന്തപ്പനകൾ. ഒയാസിസ് എന്താ? അതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. മരുപ്പച്ച. മരുഭൂമിയിൽ എവിടെയെങ്കിലും വെള്ളം കിട്ടുന്നുണ്ടോ അവിടെ മരങ്ങൾ ഉണ്ടാകും, അതിനെ പറയുന്ന പേരാണ് ഒയാസിസ് അഥവാ മരുപ്പച്ച എന്ന് പറയും. അത്രയേ ഉള്ളൂ. ഇനി ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്താ? ജനസാന്ദ്രത, ജനസംഖ്യ വളരെ കുറവാണ്. ബുഷ്മെൻ എക്സാമ്പിൾ ആണ്, ബുഷ്മെൻസ് ഓഫ് കൽഹാരി. കൽഹാരിയിലെ ബുഷ്മെൻ ഒന്ന് ആലോചിച്ച് വെക്കണം. കൃഷി ചില സ്ഥലങ്ങളിൽ വളരെ റെയറായിട്ട് നമ്മുടെ ഈ ഒയാസിസിലൊക്കെ ഉണ്ട്. മാത്രമല്ല ആനിമൽ റെയറിങ് പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. ഏത് മൃഗമായിരിക്കും മരുഭൂമിയിൽ ഉണ്ടാവുക? കാളയോ കുതിരയോ? അല്ല, ഒട്ടകം, ഒട്ടകാഹ. ഓക്കെ, യെസ്, മൃഗപരിപാലനം. പിന്നെ നമ്മുടെ മരുഭൂമിയിലെ പല സ്ഥലങ്ങളിലും ഓയിലും ഗോൾഡൊക്കെ കണ്ടെത്തി. നമ്മുടെ റിയാദ്, ഓസ്ട്രേലിയ, അവിടെയൊക്കെ ഈ മരുഭൂമിയിലെ മിനറൽസ്, ധാതുക്കൾ കണ്ടെത്തി. ധാതുക്കൾ, ഗോൾഡ്, സ്വർണം കണ്ടെത്തിയ സ്ഥലങ്ങളുണ്ട്, എണ്ണ കണ്ടെത്തിയ സ്ഥലമുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ അല്ലട്ടോ മക്കളെ, ഈ ക്രൂഡ് ഓയിലാണ്, നമ്മുടെ പെട്രോളിയൊക്കെ. അതൊക്കെ കണ്ടെത്തിയതുകൊണ്ട് അവിടെയൊക്കെ റിച്ചായി മാറിയിട്ടുണ്ട് നമ്മുടെ UAE, ഗൾഫ് കൺട്രീസ് എല്ലാം തന്നെ. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എനിവേ അതൊക്കെ ഞാൻ രാത്രി ഈവനിങ് പറയുമെന്ന് പറഞ്ഞു, നേരം പോന്നാൽ മതി. ഓക്കെ, അടുത്തത് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എ വരാൻ സാധ്യതയുണ്ട്. നോക്കൂ, എറൗണ്ട് മെഡിറ്ററേനിയൻ സീ, മെഡിറ്ററേനിയൻ കടലിൻ്റെ ആ ഒരു ചുറ്റുവട്ടത്ത് കാണപ്പെടുന്നു. 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ മറ്റുള്ള കോണ്ടിനെൻസിലും ഇത് കാണാറുണ്ട്. ഓക്കെ, അത് എവിടെയൊന്നും നോക്കിയില്ലെങ്കിലും ആ 30 to 45 ഒന്ന് നോക്കി വെക്കണം. ഓക്കെ, ലാറ്റിറ്റ്യൂഡ്. ഇനി 25 ഡിഗ്രി മുതൽ 20 to 25 ഡിഗ്രിയാണ് സമ്മറിലുള്ള ടെമ്പറേച്ചർ. 10 to 16 ആണ് വിൻ്ററിൽ, ശൈത്യകാലത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, റെയിൻഫാൾ 30-ന്റെയും 75-ന്റെ ഇടയിലാണ്. അപ്പോൾ റെയിൻഫാൾ പൊതുവെ കുറവാണ്. ഓക്കെ, മഴ കുറവാണ്. അതുകൊണ്ട് ടോൾ എവർഗ്രീൻ ട്രീസ്, ഫോറസ്റ്റ് അല്ല, നോട്ട് ഫോറസ്റ്റ്, ഫോറസ്റ്റ് എന്നല്ല ഞാൻ കൊടുത്തത്, ട്രീസ് ആണ്, മരങ്ങളാണ് കാണപ്പെടുന്നത്. ഓക്ക്, സെക്കോയ, പൈന്, ഫിർ, നോട്ട് ഡെൻസ് എന്ന് വെച്ചാൽ ഇഴതൂർന്ന് വളരുന്നതല്ല, വല്ലപ്പോഴും ഓരോ മരങ്ങൾ കാണാം, അതെല്ലാം നിത്യഹരിത വനങ്ങളാണ്. അതാണ് ഉദ്ദേശിച്ചത്. ഇനി ഇവിടുത്തെ ഏറ്റവും പ്രധാനം ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങളാണ്? ഒന്നാമത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും സെറിയൽസും പൾസസ് ഒക്കെ അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പയറുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ,
പച്ചക്കറികളൊക്കെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. വൈൻ ഉൽപാദനം പ്രധാനമായിട്ടും ഈ ഒരു രാജ്യങ്ങളിലാണുള്ളത്. വൈന് എന്തുകൊണ്ട്? മുന്തിരിയൊക്കെ അവിടെയാണ് കൂടുതലുള്ളത്. ഓക്കെ, അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന നാരക ഫലങ്ങൾ, നമ്മുടെ നാരങ്ങ, മുന്തിരി, ഇതൊക്കെ ഇല്ലേ, പുളിയില്ലേ, അതെല്ലാം 70% അവിടെ തന്നെയാണ്, 70%. ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആണ്. 45 മുതൽ 55 ഡിഗ്രി വരെ നോർത്ത് സൗത്ത് രണ്ടിടത്തും കാണും. പ്രയറീസ്, പാമ്പാസ്, സ്റ്റേപ്പി, വെൽഡ് ഡൗൺ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് വരെ ചോദിച്ചേക്കാം. അതായത് മാച്ച് ദ ഫോളോയിങ് എന്ന് വെച്ചാൽ ചേരുമ്പടി ചേർക്കാനൊക്കെ ചോദിക്കാം. പ്രയറീസ് നോർത്ത് അമേരിക്ക, അതായത് വടക്കേ അമേരിക്ക. പാമ്പാസ് സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്ക. സ്റ്റേപ്പി എവിടെ? ഏഷ്യയിലും യൂറോപ്പിലും സ്റ്റേപ്പി എന്നുള്ള പേരിൽ അറിയപ്പെടും. വെൽഡ് എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലാണ്. ഇനി അടുത്തത് ഡൗൺ എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഇത് ഏതെല്ലാം കോണ്ടിനെന്റ്സിലാണ്, രാജ്യങ്ങളിലാണ് കാണുന്നത് എന്നൊന്ന് നോക്കി വെക്കണം. ഷോർട്ട് സമ്മർ ആയിരിക്കും, ചെറിയ വേനലും ദൈർഘ്യമേറിയ ശൈത്യം ഉണ്ടാകും, ലോങ് വിന്ററും ഉണ്ടാകും. റെയിൻഫാൾ 25 മുതൽ 60 വരെ ഉണ്ടാവുള്ളൂ, കുറവാണ്. ഹൈ ടെമ്പറേച്ചർ ഇൻ സമ്മറിൽ ഉയർന്ന താപനിലയുണ്ട്. കാരണം അതിന് കോണ്ടിനെന്റാലിറ്റി എന്ന് പറയും, വൻകരക്കകത്താണ് സ്ഥിതി ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അത് നമുക്കിപ്പോൾ വേണ്ട. ഓക്കെ, യെസ്. വെജിറ്റേഷൻ, ഗ്രാസ് ലാൻഡും ഫ്യൂ ട്രീസ്, വളരെ കുറച്ച് മരങ്ങളും പുൽമേടുകളാണ് കാണപ്പെടുന്നത്. ഇനി അവിടുത്തെ ഹ്യൂമൻ ആക്ടിവിറ്റി എങ്ങനെയായിരിക്കും? എടാ ഗ്രാസ് ലാൻഡ് ആണ്, യൂസ് യുവർ ബ്രെയിൻ, തല ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക. എടാ ഷെപ്പേഴ്സ് ആയിരിക്കും, ഇടയജന വിഭാഗമായിരിക്കും, മൃഗപരിപാലനമായിരിക്കും പ്രധാനമായിട്ടുണ്ടാകാം. ഓക്കെ, പിന്നെ ഈ ഒരു പുൽമേടുകൾക്ക്, ഗ്രാസ് ലാൻഡിന് എന്ത് സംഭവിച്ചു? കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് മെക്കനൈസ്ഡ് അഗ്രികൾച്ചർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ യന്ത്രവൽകൃത കൃഷി എന്ന് പറയാം. അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ യന്ത്രവൽകൃത കൃഷിയൊക്കെ വന്നപ്പോൾ അവിടെ ഗ്രെയിൻസിന് വേണ്ടി വീറ്റൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ, ഗോതമ്പൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അതൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ട്, പൊളിച്ചടിക്കിട്ടുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, യെസ്. നോക്കൂ, ഇനി അടുത്തത് ടൈഗ. നമുക്കിനി 2 എണ്ണം കൂടെ ഉള്ളൂ, ടൈഗയും തുന്ദ്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെയാണ് ഇതിൻ്റെ ഒരു കിടപ്പ് വശം. ഇനി ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് സദേൺ ഹെമിസ്ഫിയറിൽ, ദക്ഷിണാർദ്ധഗോളത്തിൽ ഇല്ല, നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമേ ഉള്ളൂ. കാരണം എന്താ? ദക്ഷിണാർദ്ധഗോളത്തിൽ ഈ മരങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു കാലാവസ്ഥ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? എടാ, അവിടെ കോണ്ടിനെന്റ്, ലാൻഡ് വേണം, കര വേണം. കരയില്ല, മൊത്തം ഓഷ്യൻ, അതുകൊണ്ടില്ല. നോക്കൂ, ഷോർട്ട് സമ്മർ, ചുരുങ്ങിയ വേനൽ, ലോങ് വിന്റർ, ദൈർഘ്യമേറിയ ശൈത്യകാലം. റെയിൻഫാൾ എത്രയാ? ഒരു 50 മുതൽ 70 സെന്റിമീറ്റർ വരെ. പക്ഷേ മഴ പെയ്യുന്നെന്നുള്ളൂ, പക്ഷേ അവിടെ വീഴുന്നത് സ്നോഫാൾ ആയിരിക്കും, മഞ്ഞായിട്ടാണ് വീഴ. ഓക്കെ, മഞ്ഞായിട്ടാണ് വീഴ. ടെമ്പറേച്ചർ വളരെ കുറവാണ്. ഇനി അവിടെ കാണുന്ന മരങ്ങളുടെ പേരെന്താണെന്ന് അറിയോ? അടിപൊളി പേരാ. സബ് ആർട്ടിക് കോണിഫോറസ് എവർഗ്രീൻ ഫോറസ്റ്റ്. അതായത് ഉപ ആർട്ടിക് സ്തൂപികാഗ്ര നിത്യഹരിത വനങ്ങൾ. അതായത് ആർട്ടിക് മേഖലയോട് ചേർന്ന് വളരുന്ന ഈ കൂർത്ത, മുകൾ ഭാഗം കൂർത്തുള്ള ക്രിസ്മസ് ട്രീ പോലുള്ള മരങ്ങൾ. ഓക്കെ, യെസ്. പൈനി, സ്പ്രൂസ്, ഫിർ, ഇതൊക്കെയാണ്. ഇനി അവിടെ കൾട്ടിവേഷൻ വളരെ കുറവാണ്, മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ. ലംബറിങ്ങും വൂൾ ഇൻഡസ്ട്രിയും. എന്താണ് ലംബറിങ് എന്ന് വെച്ചാൽ? മരം വെട്ട്. ഓക്കെ, കമ്പിളി രോമ വ്യവസായം എന്ന് വെച്ചാലോ നമ്മുടെ ചെമ്മരിയാടിനൊക്കെ മേച്ചുള്ള പരിപാടി ഉണ്ട്, അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ ഭാഗത്ത് ലംബറിങ് വലിയൊരു ഇൻഡസ്ട്രിയായി മാറാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അവിടെ ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ മരങ്ങളുടെ ആവശ്യം അത് 2 രീതിയിലാണ്. ഒന്ന് തണുപ്പാണ്, അതുകൊണ്ട് മരങ്ങൾ വെട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കത്തിക്കുന്ന പരിപാടി, ഈ ചാർക്കോളൊക്കെ ആക്കി വെക്കുന്ന പരിപാടി, അതൊന്ന്. രണ്ടാമത് ആളുകൾ കുറവാണ്, അപ്പം ഉള്ള മരങ്ങളെല്ലാം കട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ ഫർണിച്ചറിനൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റും. ഈ സ്വീഡന്, അതുപോലെ കാനഡ, അവിടെയൊക്കെ ഈ ഒരു വലിയൊരു ഇൻഡസ്ട്രീനെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇക്വറ്റോറിയൽ റീജിയൻ പോലെ അല്ലത്. ഓക്കെ, പിന്നെ അവിടുത്തെ മരങ്ങൾ കട്ട് ചെയ്യാൻ വലിയ ചിലവൊന്നുമില്ല, മുറിച്ചിട്ട് പോയാൽ മതി, വേറെ നോക്കാൻ. ഓക്കെ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുടെ അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് പിന്നെ നിങ്ങളുടെ ബുക്കിൽ ചെറിയൊരു ഭാഗം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്, നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എക്സാമിന് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഡയറക്റ്റ് ആൻസർ നമ്മുടെ എന്തിലുള്ള ബുക്കിലില്ല. ഓക്കെ, യെസ്. തുന്ദ്ര റീജിയൻ, ടാൻഡ്ര മേഖല. ലാസ്റ്റ് ഇത് ഏറ്റവും മുകൾ ഭാഗത്ത് നമ്മുടെ അന്റാർട്ടിക്ക. എന്തായാലും അന്റാർട്ടിക്ക നമുക്ക് നോക്കേണ്ട. ആളുകൾ താമസിക്കുന്ന അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ്, ആർട്ടിക് റീജിയൻസ് ഓഫ് ഏഷ്യ ആൻഡ് യൂറോപ്പ്. ഓക്കെ, ഏഷ്യയുടെ യൂറോപ്പിന് ആർട്ടിക് റീജിയൻ, ആർട്ടിക് ഭാഗം. അപ്പോൾ ഇവിടെയാണ് കാണുന്നത് -25 മുതൽ 40 ഡിഗ്രി, -40 വരെ ടെമ്പറേച്ചർ വരാം വിന്ററിൽ, ശൈത്യകാലത്ത്. 10 ഡിഗ്രിയാണ് സമ്മറിൽ ഉണ്ടാവുക. സ്നോഫാൾ ആണ് എപ്പോഴും, മഞ്ഞ് വീണുകൊണ്ടിരിക്കും. വെജിറ്റേഷൻ എന്താ? ഷോർട്ട് സ്രബ്സ് ആൻഡ് മോസസ്. അതായത് ചെറിയ കുറ്റിച്ചെടികളും അതുപോലെ പായലുകളും മാത്രമേ അവിടെ കാണത്തുള്ളൂ. ഹ്യൂമൻ ആക്ടിവിറ്റീസ് എങ്ങനെയാണ്? എസ്കിമോസും ലാപ്പാസും സെമി നൊമാഡിക് ആയിട്ടുള്ള അർദ്ധനാടോടി വിഭാഗമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ 8 പ്രധാനപ്പെട്ട ക്ലൈമാറ്റിക് വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇത്ര പെട്ടെന്ന് തീരും നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഓക്കെ, ഇതേ ഉള്ളൂ, ഇതേൽ പഠിക്കാനുള്ളൂ, വേറൊന്നും പഠിക്കാനുള്ളില്ല. ഇനി ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ ഞാനിവിടെ എഴുതി തരാം. ഒന്നുമില്ല, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചില്ലേ. ഓക്കെ, കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന സംഭവമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം. ഓക്കെ, വ്യതിയാനം ഇങ്ങനെ തന്നെ എഴുതൽ. ഓക്കെ, ആ വ്യതിയാനം, ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് നോക്കണം. അത് എന്ത് എന്ന് നിങ്ങൾ പഠിക്കണം. ഓക്കെ, എങ്ങനെയെന്ന് നിങ്ങൾ പഠിക്കണം. ഓക്കെ, എന്തുകൊണ്ട് ഉണ്ടാക്കും, എന്താണ് സംഭവം എന്ന്, ഇതെങ്ങനെ ഉണ്ടാവും എന്ന് പഠിക്കണം. അതെങ്ങനെ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻസ്
സൊല്യൂഷൻസ്. ഇത് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് വൈകിട്ട് 6 PM ഇങ്ങോട്ട് വന്നാൽ ഞാൻ അങ്ങ് ചെയ്തുതരും. ഓക്കെ, വൈകിട്ട് 6 മണിക്ക് നിങ്ങൾ വന്നാൽ മാത്രം മതി, ഞാൻ ചെയ്തുതരും. പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് കൺവെൻഷൻസ് ഉണ്ട്. ചില ആളുകൾ ചോദിച്ചു, സാറേ ഈ സ്റ്റോക്ക്ഹോം കൺവെൻഷന്, മോൺട്രിയൽ പ്രോട്ടോകോൾ, ക്യോട്ടോ പ്രോട്ടോകോൾ, എർത്ത് സമ്മിറ്റ്, ഇതൊക്കെ നമ്മൾ പഠിക്കണമെന്ന് പല ആൾക്കാർ, ഭൗമ ഉച്ചകോടി, അതൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇന്റർനാഷണൽ കൺവെൻഷൻ ഫോർ കോമ്പാറ്റീവ് ഡെസർട്ടിഫിക്കേഷൻ, മരുഭൂവൽക്കരണത്തിനെതിരെയുള്ള ആ ഒരു കൺവെൻഷൻ, ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഡൽഹിയിൽ വെച്ച് നടന്ന് പഠിക്കണം. അതിലേതെങ്കിലും ഒരു 3 ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഏതെങ്കിലും 2 പേര് എഴുതാൻ പറയും. ആഗോളതലത്തിൽ നടന്ന അല്ലെങ്കിൽ ഗ്ലോബലി നടന്ന ഏതെങ്കിലും ഇനീഷ്യേറ്റീവ്സിന്റെ പേര് എഴുതാനൊക്കെ പറഞ്ഞാൽ നമ്മളത് എഴുതി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആദ്യത്തെ ഒരു 3-4 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. അതിൽ ഓസോൺ പാളിക്ക് വേണ്ടി നടന്ന കൺവെൻഷൻ ഏതാണ്, അതുപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെതിരെയുള്ള കൺവെൻഷൻ ഏതാണ്, അതുപോലെ നമ്മുടെ ഡെസർട്ടിഫിക്കേഷൻ, മരുഭൂവൽക്കരണത്തിനെതിരെയുള്ള കൺവെൻഷൻ ഏതാണ്, അങ്ങനത്തെ ഒരുപാട് സ്പെഷ്യൽ ടോപ്പിക്കാണ് അതിലുള്ളത്. ആ ടോപ്പിക്കുകൾ സ്പെസിഫിക് ആയിട്ട് പഠിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും നോക്കണ്ട. ഓക്കെ, അപ്പോൾ ബാക്കി എന്ത് ചെയ്യാം, നമുക്ക് രാത്രി ഈവനിങ്ങിൽ നമുക്ക് പറയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പറയാം. അപ്പോൾ ബാക്കി കഥകൾ അവിടെ. താങ്ക് യു, ബൈ. പിന്നെ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടി ഉണ്ടാവരുത്. നിങ്ങൾ താഴെ ഒരു കമൻറ്റും കൂടെ പാസ്സാക്കി നിങ്ങൾക്ക് എന്താ വേണ്ടെന്നുള്ളത്. അപ്പം ലൈവിൻ്റെ ലിങ്ക് താഴെ നിങ്ങൾക്ക് പിൻ ചെയ്തിട്ടുണ്ടാകും. അതിലൂടെ പോയിട്ട് എന്ത് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ലൈവ് ഷെയർ ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. ബാക്കി അവിടെ കാണാം. ബൈ.